ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കഥ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടാവും. നല്ല ശമരിയക്കാരന്റെ കഥ. അർത്ഥമുള്ള ഒരു ജീവിതം എങ്ങനെ ജീവിക്കാമെന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ നിയമത്തിൽ നല്ല അറിവുള്ളൊരാള് യേശുവിനെ പരീക്ഷിക്കാനായി ഒരു ചോദ്യം ചോദിച്ചു. വളരെ സങ്കീർണമായ ഒരു കാര്യത്തിന് ഒരു എളുപ്പവഴി അല്ലെങ്കിൽ ഒരു ലളിതമായ ഉത്തരം കിട്ടുമോ എന്നറിയാനായിരുന്നു പുള്ളിയുടെ ശ്രമം. അതിലെ രസം എന്താണെന്ന് വെച്ചാല് ഈ ചോദ്യം ചോദിച്ച ആൾക്ക് തന്നെ അതിന്റെ ഉത്തരം അറിയാമായിരുന്നു. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഉത്തരം പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും പുള്ളിക്ക് തൃപ്തിയായില്ല. അയൽക്കാരൻ എന്നതിന്റെ നിർവചനമൊന്ന് ചുരുക്കി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, ശരി, പക്ഷെ ആരാണ് എന്റെ അയൽക്കാരൻ? ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് യേശു ആ കിടിലൻ കഥ പറഞ്ഞു തുടങ്ങുന്നത്. വെറുതെ ഒരു നിർവചനം പറയുന്നതിനു പകരം ഒരു കഥയിലൂടെ കാര്യം പുരിവയ്ക്കാൻ തീരുമാനിച്ചു. ശരി, അപ്പം നമുക്ക് ആ കഥയിലേക്ക് തന്നെ കടക്കാമല്ലേ? കഥയുടെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ യെറൂശലേമിൽ നിന്ന് യെരിഹോവയിലോട്ടുള്ള ഒരു വഴിയാണ്. അക്കാലത്ത് കവർച്ചയും ആക്രമണമൊക്കെ കാരണം ഭയങ്കര അപകടം പിടിച്ചൊരു വഴിയായിരുന്നു അത്. ആ വഴിയിലൂടെ ഒരാൾ തനിച്ചു യാത്ര ചെയ്യുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഒരു കൂട്ടം കള്ളന്മാർ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തു. പോരാത്തതിന് ക്രൂരമായി മർദ്ദിച്ചു. ഏതാണ്ട് മരിക്കാറായൊരവസ്ഥയില് വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് അവര് കടന്നുകളഞ്ഞു. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ മനുഷ്യൻ അവിടെ കിടക്കുമ്പോഴാണ് ആ വഴിക്ക് 3 പേര് വരുന്നത്. 3 പേരും ഇയാളെ കണ്ടു. പക്ഷേ അവര് ഓരോരുത്തരും ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെയാണ് കഥ മാറുന്നത്. ആദ്യം വന്നത് ഒരു പുരോഹിതൻ, പിന്നെ ഒരു ലേവ്യൻ. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. അവര് രണ്ടാളും എന്തു ചെയ്തു? കണ്ട ഭാവം നടിക്കാതെ റോഡിന്റെ അപ്പുറത്തൂടെ പോയി. എന്നാൽ പിന്നെ വന്നത് ആരാണെന്നോ? യഹൂദന്മാർക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു ശത്രുവിനെ പോലെ കണ്ടിരുന്ന ഒരു ശമരിയക്കാരൻ. പുള്ളിക്കാരനാണ് ആ മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് സഹായിക്കാൻ ചെന്നത്. കണ്ടില്ലേ, ഒരു പ്രശ്നം കാണുന്നതും അതിലിടപെടുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്? അപ്പോ ഈ ശമരിയക്കാരൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം കരുണ എന്ന് പറയുന്നത് വെറുതെ മനസ്സിൽ തോന്നുന്നൊരു സഹതാപം മാത്രമല്ല, അതൊരു പ്രവൃത്തിയാണ്. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പോയിന്റ്. അദ്ദേഹം ആദ്യം തന്നെ അയാളുടെ മുറിവുകളൊക്കെ വൃത്തിയാക്കി എണ്ണയും വീഞ്ഞുമൊക്കെ ഒഴിച്ച് കെട്ടിക്കൊടുത്തു. എന്നിട്ടോ അയാളെ സ്വന്തം കഴുതയുടെ പുറത്ത് കയറ്റി അടുത്തുള്ള ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി പരിചരിക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ പണവും കൊടുത്തു. പോരാത്തതിന് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി വല്ല ചെലവും വന്നാ ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാം എന്ന്. കണ്ടില്ലേ, സഹായമെന്ന് പറയുന്നത് ഒറ്റത്തവണ ചെയ്യുന്ന ഒന്നല്ല. അത് ശരിക്കും ഒരു പ്രോസസ്സാണ്, ഒരു കെയറാണ്. അപ്പോ ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു തിരിച്ച് ആ നിയമജ്ഞന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പുള്ളി ചോദിച്ച ചോദ്യത്തിന് നേരെ ഉത്തരം കൊടുക്കുന്നതിന് പകരം യേശു അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക. യേശു ചോദിച്ചു, ഈ 3 പേരിൽ ആരാണ് ആക്രമിക്കപ്പെട്ട ആ മനുഷ്യന്റെ അയൽക്കാരനായി മാറിയതെന്നാണ് നിനക്ക് തോന്നുന്നത്? കഥ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണല്ലേ? ഇനി ആ നിയമജ്ഞന് ഉരുണ്ടുകളിക്കാൻ പറ്റില്ല. അപ്പോ പുള്ളിക്ക് സമ്മതിക്കേണ്ടി വന്നു. സ്വന്തം മുൻവിധികളൊക്കെ മാറ്റിവെച്ച് അയാൾ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ ആരോ അവനാണ് യഥാർത്ഥ അയൽക്കാരൻ. അപ്പോ അതാണ് ഈ കഥയുടെ കാതൽ. അയൽക്കാരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആളോ, നിങ്ങളെപ്പോലെ സംസാരിക്കുന്ന ആളോ, നിങ്ങളുടെ നാട്ടുകാരനോ അല്ല. ആർക്കാണോ സഹായം വേണ്ടത് അവരോട് കരുണ കാണിക്കുന്ന ഏതൊരാളുമാണ് അയൽക്കാരൻ. അതായത് അയൽക്കാരൻ എന്നത് ഒരു ലേബലല്ല, മറിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു റോളാണ്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. യേശുവിന്റെ അവസാനത്തെ വാക്ക് ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ്. പോയി നീയും അതുപോലെ ചെയ്യുക. അതായത് ഈ കഥ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ശരിക്കും പറഞ്ഞാൽ ഈ കഥ അയൽക്കാരൻ എന്ന വാക്കിനെ ഒരു പേരിൽ നിന്ന് ഒരു പ്രവൃത്തിയായിട്ട് മാറ്റിയെഴുതുകയാണ്. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ആർക്കാണ് ഒരു നല്ല അയൽക്കാരനായി മാറേണ്ടത്? ആർക്കാണിന്ന് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത്?